ചോരപ്പുര അടയ്ക്കാൻ പോവാണേ. എന്നെ ഒറ്റയ്ക്കാക്കിട്ടോ? ഇല്ല, പുതിയാപ്പിളയുടെ സുമ്മത്തൊക്കെ നമ്മള് കാണട്ടെ. അനക്ക് പിടിക്കോ? എന്നാ മുത്ത് വന്നിട്ട് പോയാ പോരെ? മുത്തോ? അതാരാണപ്പാ? അങ്ങനെ വിളിച്ചാ മതിന്ന് ഫോണിൽ പറഞ്ഞു. അല്ലോ, ഇവിടെ ആരും വിളിക്കാത്ത പേരാണല്ല. ചങ്ങായിമാരുടെ ഒച്ചയും വിളി ഒഴിഞ്ഞല്ല. ഇപ്പൊ വരും. ഇതാ നോക്ക്, നേരം വെളുത്താലേ ഒന്നും ഒഴിവാക്കാതെ മുഴുവനും പറഞ്ഞു തരണം. ഉറങ്ങിയതല്ല, കുറെ നേരം കാത്തിരുന്നപ്പോ അറിയാണ്ടൊന്ന് മയങ്ങിപ്പോയതാ. എന്തിനാ വരയ്ക്കണത്? എന്തും മെല്ലയാണ് മൂപ്പർ എൻ്റെ മേലെ തൊടുന്നത്. ചള്ള ബേജാറായിട്ട് ഞാനിവിടെ പാത്തിപ്പോവോ? ആ അസുമ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ടപാടെ കെട്ടിപ്പിടിച്ച് വാഴി മുറുക്കി ശ്വാസം വിടാൻ പോലും ഓരെ നമ്മളെ സമ്മതിക്കില്ല. ഓടെ കെട്ടിയാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാല് എൻ്റെ മുത്ത് പാവാ. എൻ്റെ കൈകളിലൊതുങ്ങി ആ നെഞ്ചിലൊക്കെ ചായാൻ എനിക്ക് പെരുത്ത് പൂതിയുണ്ടിനി. അപ്പം മുപ്പര് ചോദിക്കുക, ബാ അനക്ക് സിനിമ കാണണമെന്ന്. ഇതെന്തിൻ്റെ ഏർപ്പാടാ? കല്യാണ രാത്രിയിൽ തന്നെ അനക്ക് സിനിമ കാണണമെന്ന് ചോദിക്കുന്നു. നമുക്ക് മറുത്ത് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ അങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുത്ത്. അന്നേരം മൂപ്പര് ലാപ്ടോപ്പ് തുറന്ന് സിനിമ അങ്ങ് ഇട്ടു. ഞാനൊന്ന് എത്തി നോക്കി. തലാക്കിലെ സിനിമയാണ്. ഒരു ഉറപ്പുമില്ലാതെ നീ കഴിച്ച് വലിച്ചെറിഞ്ഞു കൊടുത്ത് നിർത്തി. ശ്രദ്ധിക്കാൻ വന്ന് അവളെ തിരിച്ചു നിർത്തിയിട്ട് ഷാള് കണ്ട് കൈകൾ രണ്ടും കുരുക്കിയിട്ട് കട്ടിലൊക്കെ കിട്ടിയിട്ട് പക്ഷെ എന്റെ കൈ കിട്ടിയിട്ടത് അനങ്ങാൻ വയ്യാണ്ടല്ലോ.
അവളെ മേലോട്ട് പൊതിച്ചുള്ളൂ. എന്റെ മുത്തേ, എനിക്ക് പേടിയാവള്. പഠിച്ചവനാണ് വേണ്ട മുത്തേ. ഞാൻ എന്താ എൻ്റെ ഇക്കോട് പറയാ? 2 വയസ്സുള്ളപ്പോ മുതൽ മൂപ്പര് തോളിലിട്ടെന്ന എന്നെ കൊണ്ട് നടന്നീന്. ഞാൻ എന്ത് വാശി പിടിച്ച് പറഞ്ഞാലും ഇക്ക എനിക്കത് വാങ്ങിത്തരും. എന്റെ കണ്ണൊന്നും നിറഞ്ഞാലുണ്ടല്ലോ ഒക്കെ ചൂടാവും. ആരാണെന്നൊന്നും നോക്കൂല. തമാശക്ക് എൻ്റെ മേൽ സൈക്കിളൊന്നും മുട്ടിച്ചോനെ എമ്മാതിരി തല്ല എൻ്റെ ഇക്കോന് കൊടുത്തത്. അതാണ് എൻ്റെ ഇക്ക. എൻ്റെ ഈ സങ്കടം വെച്ചേക്ക് അറിഞ്ഞാലോ പിന്നെ ഓനെ വെച്ചേക്കൂല. ചിലപ്പോ വെട്ടി മുറിച്ചു കൂട്ടും. അങ്ങനെ ഒന്നും തോന്നിപ്പിക്കല്ലേ. നീ ആരോട് ചോദിച്ചിട്ടാ നേരം വെളിച്ചാകുമ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഓൻ്റെ ഉമ്മ പറഞ്ഞു, ഓൻ സമ്മതിച്ച ലല്ല എന്നെ അനക്കറിയാ നമ്മുടെ ഉപ്പൻ്റെ മയ്യത്ത് കിടക്കുമ്പോ നീ എൻ്റെ തോളിൽ പറ്റിപ്പിടിച്ച് കിടക്കിയായിരുന്നു. ഉമ്മയില്ലാതെ എൻ്റെ സങ്കടം അന്നെ ഞാൻ അറിയിച്ചിട്ടില്ല. ഉമ്മക്കായിട്ട് ഒരു കാശുണ്ടാക്കി വെച്ചിട്ടല്ല ഉപ്പ പോയത്, അതെനക്കറിയാം. എന്നിട്ട് എന്തെങ്കിലും കുറവ് അനക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടാ? എന്റെ ചങ്ങാഴ്ചകളെ മാതിരി അന്തസ്സായിട്ടല്ലേ അന്നെ ഞാൻ കെട്ടിച്ചു വിട്ടത്. എന്റെ നിക്കാഹ് നടത്തിയ വകയില് എത്ര ലക്ഷം റുപ്യ കടാണെന്ന് നിനക്കറിയോ? നേരം വെളിച്ചാകണ മുമ്പേ നേരം ഓടി പോന്നേക്ക. എന്നിട്ട് നാത്തുനോട് സങ്കടം പറയാം. ഐഷല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, ആണുങ്ങൾ ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും, അവർക്ക് ഇറങ്ങിയിടം ഉണ്ടാക്കാതെ അവിടെ തന്നെ കഴിയുക. പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ്, അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു പോഴലല്ല. നോക്ക്, അന്റെ കുടി ഇനി ഇതല്ല. ഓനെയും കൂട്ടിയല്ലാതെ ഇനി പടി ചവിട്ടണ്ട. കലക്കിയ മോളെ, എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം
ഇനി ഒരു ചേഞ്ചും ഇല്ല. നിനക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാം ഇഷ്ടം പോലെ. ചില പ്രമാണിമാരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, കൂടെ നിൻ്റെ ചില ബന്ധുക്കളെയും. കാണട്ടെ നായിൻ്റെ മക്കൾ. ഇപ്പം തന്നെ 5-6 കളിക്കുള്ള അന്വേഷണം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ കളിക്കും. വിശേഷങ്ങളെല്ലാം നാത്തൂനോട് പോയി വിളമ്പിയല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ആൻറ്റിക്കാക്ക എന്നെ പോരെ നിറക്കി വിട്ടു. നോക്ക്, ഒരു പാവല്ലേ, അല്ലാണ്ട് പേടിച്ചു പോയി. അതുകൊണ്ട് ഉടുപ്പുറക്കണം. പഠിച്ചത് എനിക്കായി കൊണ്ടുവന്ന മുത്തല്ലേ ഇത്. നമ്മൾ രണ്ടാളും ഇനി ഒന്ന്. സത്യം. ഇനി എന്നാ വരിക? പരോളിന് ഉടനെ അപേക്ഷിക്കുക. മുന്നൊരുക്കങ്ങൾ വേണ്ടേ? റിഹേഴ്സൽ, ഒരുപാട് ഇടകൂടങ്ങൾ. ഇല്ല, ഞാനിനി ഒന്നിനുമില്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കെട്ടിച്ചുവിടാൻ പ്രായത്തിൽ കുടുംബത്തിൽ പെൺകുട്ടികൾ വളരുകയാണ്. ഞാൻ വെറുക്കപ്പെട്ടു, കെട്ടിയോനില്ലാക്കിയോൺ. എൻ്റെ നിഴൽ പോലും അവർ ഭയക്കുന്നു. ഞാൻ ആർക്കൊരു ശാപമായിക്കൂടാ. 7 വർഷം ഇവിടെ കഴിയാനാണ് എൻ്റെ വിധി. അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ.